മകളുടെ വൈശാലിയിലെ വീട് സന്ദർശിക്കാൻ എത്തുന്നുവെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് ഗാസിയാബാദ് പോലീസിന് അയച്ച കത്താണ് ഈ ആൾമാറാട്ടക്കാരനെ വീട്ടിലാക്കിയത്. ഒമാനിലെ ഹൈക്കമ്മീഷണർ എന്ന വ്യാജേന ആൾമാറാട്ടം നടത്തിയ പ്രൊഫസർ കൃഷ്ണശേഖർ റാണയുടെ ഉന്നത ബന്ധങ്ങൾ തേടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 66 വയസ്സുള്ള കൃഷ്ണശേഖർ റാണ ദില്ലി സ്വദേശിയാണ്. ഗാസിയാബാദ് പോലീസാണ് കൃഷ്ണശേഖർ റാണയെ അറസ്റ്റ് ചെയ്തത്. പ്രൊഫസർ KS റാണ വിവിധ യൂണിവേഴ്സിറ്റികളിലായി നിരവധി കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒമാനിലെ ഹൈക്കമ്മീഷണറാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗാസിയാബാദ് പോലീസിന് കത്തയച്ചത്. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കുന്നത് സ്വാഭാവിക നടപടിക്രമമാണ്. അതിനാൽ അസ്വാഭാവികത തോന്നിയില്ല. പക്ഷേ കത്തിലെ ഒരു ചെറിയ തെറ്റ് ശ്രദ്ധയിൽപ്പെട്ട ഇന്ദിരാപുരം സർക്കിളിലെ അസിസ്റ്റന്റ് കമ്മീഷണർ അഭിഷേക് ശ്രീവാസ്തവയാണ് ആൾമാറാട്ടക്കാരനെ പുറത്തു കൊണ്ടുവന്നത്. ഒമാൻ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഭാഗമല്ല. അതിനാൽ അവിടെ ഹൈക്കമ്മീഷണർ ഇല്ല. പകരം അംബാസഡർ എന്ന പദവിയാണുള്ളത്. ഇതിനു പിന്നാലെ പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ഒമാൻ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ KS റാണ എന്നയാളെ അറിയില്ല എന്ന് അവർ വ്യക്തമാക്കി. തുടർന്ന് ആൾമാറാട്ടം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി. വ്യാജ നയതന്ത്ര രജിസ്ട്രേഷൻ പ്ലേറ്റും ഒമാന്റെ പതാകയും പതിച്ച മെഴ്സിഡീസ് ബെൻസും പിടിച്ചെടുത്തിട്ടുണ്ട്. ഹരിയാനയിൽ രജിസ്റ്റർ ചെയ്ത കാറാണെന്നും നയതന്ത്ര വാഹനമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും പോലീസ് പറഞ്ഞു. ആഗ്രയിലെ കോളേജിൽ സുവോളജി പ്രൊഫസറായിരുന്ന റാണ കുമൌൺ സർവകലാശാല, അൽമോറയിലെ ഉത്തരാഖണ്ഡ് റെസിഡൻഷ്യൽ സർവകലാശാല, മേവാർ സർവകലാശാല, രാജസ്ഥാനിലെ ജയ്പൂർ ടെക്നിക്കൽ സർവകലാശാല എന്നിവിടങ്ങളിൽ വൈസ് ചാൻസലറായും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു. നിലവിൽ ഒരു NGOയിൽ ട്രേഡ് കമ്മീഷണറായി ജോലി ചെയ്യുകയായിരുന്നു KS റാണ. 2024 ഓഗസ്റ്റ് മുതലാണ് ഹൈ കമ്മീഷണർ എന്ന വ്യാജേന റാണ ആൾമാറാട്ടം തുടങ്ങിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പാട്ടീൽ നിമിഷ് മിശ്ര പറഞ്ഞു. നിലവിലെ UP മന്ത്രി ബേബി റാണി മൗര്യ ഉത്തരാഖണ്ഡ് ഗവർണറായിരുന്ന കാലത്താണ് റാണയെ കുമൌൺ സർവകലാശാലയിലെ താൽക്കാലിക VC സ്ഥാനത്തേക്ക് നിയമിച്ചത്. എന്നാൽ തന്റെ മുന്നിലെത്തിയ ലിസ്റ്റ് പ്രകാരം നിയമനം നടത്തിയതാണെന്നും മറ്റു ബന്ധങ്ങളില്ല എന്നും മന്ത്രി വിശദീകരിച്ചു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.